ബസ് ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും അറിവിലേക്കായി യൂത്ത് കോൺഗ്രസ് വടകര നിയോജകമണ്ഡലം കമ്മിറ്റി പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചു. ബസ് ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകളാണ് സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം പുതിയ ബസ് സ്റ്റാൻഡിൽ മഹിളാ കോൺഗ്രസ് നേതാവ് ബസ് തട്ടി മരണപ്പെട്ടിരുന്നു. സൈൻ ബോർഡുകളുടെ അഭാവം ബസ് ഡ്രൈവർമാർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ബോർഡുകൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം പുതിയ ബസ് സ്റ്റാൻഡില് ബസ് തട്ടി അപകടത്തിൽ മരണപ്പെട്ട പുഷ്പവല്ലിയേച്ചിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അന്നേ ദിവസം തന്നെ സമരവുമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അന്ന് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഉപരോധത്തിലേക്ക് ഞങ്ങൾ കടന്നിട്ടുള്ളത്. അവിടുന്ന് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വടകര മേഖലയിൽ കൃത്യമായ രീതിയിലുള്ള സൈൻ ബോർഡുകൾ ഇല്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നമ്മുടെ തൊട്ടടുത്തുള്ള പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറി വരുന്ന ഭാഗത്ത് ആ മറ്റു വാഹനങ്ങളിലുള്ള ആളുകൾക്കും ഒരുപക്ഷെ സ്ഥിരമായി പോകുന്ന ബസ്സുകാർ ഒഴികെയുള്ള മറ്റുള്ളവർക്ക് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു വഴിയിലൂടെ ഏത് വാഹനങ്ങളാണ് പോകേണ്ടത് എന്ന് കൃത്യമായ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സ്വകാര്യ വാഹനത്തിൽ പോകുന്ന ആളുകൾ അവരും ഈ സ്റ്റാൻഡിലേക്ക്, പുതിയ സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടാണ് പോകുന്നത്. അത് കൃത്യമായ രീതിയിലുള്ള സൈൻ ബോർഡുകളുടെ അഭാവമാണ് എന്ന് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൈൻ ബോർഡുകൾ യൂത്ത് കോൺഗ്രസ് ഇന്ന് വടകര പുതിയ സ്റ്റാൻഡ് മേഖലയിൽ സ്ഥാപിക്കുകയാണ്. അതുകൂടാതെ ബസ് ഡ്രൈവർമാരോടും അതേപോലെ തന്നെ പൊതുജനങ്ങളോടുമുള്ള ഒരു അഭ്യർത്ഥന എന്നുള്ള രീതിയിലുള്ള ബോർഡുകളും വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം കൃത്യമായ രീതിയിലുള്ള ട്രാഫിക് റൂളുകളുടെ അറിവില്ലായ്മ പലതരത്തിലും പല അപകടങ്ങളിലേക്കും നയിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ പൊതുജനത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. ഇനി ഒരു അപകട മരണം നമ്മുടെ വടകരയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു സൈൻ ബോർഡ് സ്ഥാപനങ്ങളും അത് സ്ഥാപിക്കുന്നതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും സ്ഥാപിക്കുന്നതും. മുഴുവൻ പൊതുജനങ്ങളും ബസ്സിലെ ജീവനക്കാരും ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവർ സഹകരിച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരു യാത്ര എല്ലാ ആളുകൾക്കും ഉറപ്പുവരുത്തണം. കാരണം ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വഴിയിൽ വെച്ച് അപകടത്തിൽ പൊലിഞ്ഞു പോകേണ്ടതല്ല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് മുഴുവൻ ബസ് ജീവനക്കാരും പൊതുജനങ്ങളും മനസ്സ് വെച്ചുകൊണ്ട് നമുക്കൊരു അപകടരഹിതമായ വടകരയെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം യൂത്ത് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്. എന്തൊരാവശ്യത്തിനും യൂത്ത് കോൺഗ്രസ് ഇവിടെ ഉണ്ടാകുമെന്ന് കൂടി ഉറപ്പു നൽകുന്നു. നിയോജകമണ്ഡലം പ്രസിഡന്റ് സി നിജിൻ, സജിത് മാരാർ, അഭിനന്ദ് ജി മാധവ്, കാർത്തിക് ചോറോഡ, ജുനൈദ് കാർത്തികപ്പള്ളി, ഷോണ പി എസ്, അബ്ദുൾ റസാഖ് കൈനാട്ടി, ജിബിൻ രാജ് കൈനാട്ടി, ജ്യോതി, ശശിധരൻ പുതുപ്പണം, ഷിജു പുഞ്ചിരിമിൽ, സായ് ചേതൻലാൽ എന്നിവർ നേതൃത്വം നൽകി. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.